തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ സംസ്ഥാന വ്യാപക പ്രതിഷേധ ജാഥയുമായി കത്തോലിക്ക കോൺഗ്രസ്. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധയാത്ര. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ബിഷപ്പുമാർ ഉൾപ്പെടെ ഈ റാലിയിൽ പങ്കെടുക്കും. സർക്കാർ ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കും എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് കത്തോലിക്ക സഭ നൽകുന്നത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഒക്ടോബർ 13 മുതൽ 24 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീതി ഔദാര്യമല്ല അവകാശമാണെന്നൊരു പ്രഖ്യാപനത്തോടെ ഇങ്ങനെയൊരു യാത്ര നടക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ മാനങ്ങൾ ഒരുപാടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്ന് നേരത്തെ തന്നെ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പ്രഖ്യാപിച്ചതുമാണ്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക, അതാണോ ഈ രാഷ്ട്രീയ യാത്രയുടെ ലക്ഷ്യം? തീർച്ചയായും ശ്രീജ, രാഷ്ട്രീയ യാത്ര എന്ന് തന്നെ അതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് കാലത്താണ് സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്രയിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിൽ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം, മലയോര മേഖലയിലെ പ്രശ്നം, കാർഷിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. അവർ പറയുന്നുമുണ്ട് ഇത് അനുകൂലമായി ഇതിന് അനുകൂല നിലപാടെടുത്തില്ല എങ്കിൽ അതിശക്തമായ വികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തോലിക്ക സഭ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് തന്നെ വേണം ഇതിൽ പരോക്ഷമായെങ്കിലും വിലയിരുത്താൻ. തീർച്ചയായും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നുള്ളത്, ഈ സമീപകാലത്താണ് കത്തോലിക്ക സഭ ഉന്നയിച്ച 1-2 വിഷയങ്ങളിൽ അനുഭാവപൂർണമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഏറെക്കാലമായുള്ള ആവശ്യമാണ് അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം സഭ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്, കേരള കോൺഗ്രസ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. അത് ഫലത്തിലൊരു ബില്ലായി ഒപ്പിടുന്ന സാഹചര്യമുണ്ട് ഉണ്ടായത് ഈ സമീപ ദിവസങ്ങളിലാണ്. ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി അതുമായി ബന്ധപ്പെട്ട ഏറ്റവും അതിശക്തമായ നിലപാടെടുത്തതും സംസ്ഥാന സർക്കാരാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് സർക്കാരിനെതിരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി എന്ന് തന്നെ വിലയിരുത്താവുന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സമരത്തിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. ഒക്ടോബർ 24 ഒരു വലിയ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടി നടക്കുന്നു. അതായത് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിനേതാനും വിരലിലെണ്ണാവുന്ന ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം നിർത്തിയായിരിക്കും സംസ്ഥാന വ്യാപകമായി കത്തോലിക്ക കോൺഗ്രസ് അൽമായരെ രംഗത്തിറക്കിയ ഒരു പ്രതിഷേധത്തിന് രംഗത്ത് എത്തുന്നത്. ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം വിവിധ ബിഷപ്പുമാരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക. നമുക്കറിയാം, ഏതാണ്ട് ഒരു മാസം മുൻപാണ് കുട്ടനാട്ടിൽ ആ കർഷകരുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ അടക്കമുള്ളവർ പ്രതിഷേധവും ഉപവാസവും ഒക്കെ നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇടുക്കിയിൽ ഭൂപ്രശ്നങ്ങളിൽ പലതരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം പോലെ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന പാർട്ടികൾ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സഭയിലുള്ള വോട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസുകൾ ലയിക്കണമെന്നും വിവിധ ഇടങ്ങളിലേക്ക് വോട്ടുകൾ ചിതറിപ്പോകുന്നു എന്നുമൊക്കെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അങ്ങനെ വ്യക്തമാക്കിയതിന് പിന്നാലെ വോട്ടുകൾ കത്തോലിക്ക കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ ഫാദർ ഫിലിപ്പ് കവിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ ഫിലിപ്പ്, ഈ ഒക്ടോബർ 13 മുതൽ 24 വരെ ഇങ്ങനെ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു റാലി സംഘടിപ്പിക്കുന്നു, അവകാശ സംരക്ഷണ യാത്ര. നമ്മൾ സാധാരണ ഇത്തരം യാത്രകളൊക്കെ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നതിൽ ഈ ഭൂപതിവ് ചട്ടത്തിൻ്റെ കാര്യത്തിലായാലും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി പ്രശ്നങ്ങളിലൊക്കെ ആയാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില ഇടപെടലുകളൊക്കെ നടന്നതിന് ശേഷം തന്നെയാണ് ഇങ്ങനൊരു റാലി നടക്കുന്നത്. അത് ആ സമയവും ഏറെ പ്രസക്തമാണ്, പ്രത്യേകിച്ചൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തൊട്ട് മുൻപായിട്ടാണ്. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് നിഷേധിക്കുമോ? ആദ്യമേ തന്നെ ഒരു ചെറിയ തിരുത്ത്. കത്തോലിക്ക കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അതായത് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര നടത്തുന്നത്. ഞാനതിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ്. ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞു. കുഴപ്പമില്ല. അതായത് ഈ നമ്മളുടെ ഒക്ടോബർ 13 തൊട്ട് 24 വരെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയും
കടന്നു പോകുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തും പ്രസക്തമായ ഒരു സമയത്തുമാണ് നടത്തുന്നത്. അതിന് കാരണം ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ, പൊതുജനത്തിന്റെ, അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിഷയങ്ങൾ പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഭരിക്കുന്ന സർക്കാരും വേണ്ടത്ര കാര്യഗൗരവത്തോടെ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തേണ്ടി വരുന്നത്. പൊതുജനത്തെ ഈ കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരിക്കുന്നതിനും സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടുതൽ അവധാനതയോടെ ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ വേണ്ടി കൂടെ ഒരു അവസരമായിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിവിധ വിഷയങ്ങളെ പറ്റി പഠിക്കുവാൻ വേണ്ടി പിണറായി സർക്കാർ തന്നെ സ്ഥാപിച്ച JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്മേൽ യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഓരോ തവണയും ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് ഉടനെ തന്നെ ഈ കാര്യത്തില് ദ്രുതഗതിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നൊരു ധാരണ വരുത്തി വെക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അത്തരം കണ്ണിൽ പൊടിയിടുന്ന പരിപാടികൾ ഇനി മുതൽ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഈ യാത്രയിൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പ്രഖ്യാപിക്കുവാനും ഗവൺമെന്റിനെയും രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കുവാൻ കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായങ്ങൾ മുന്നോട്ട് വരുന്നതിന്റെ ഒരു നേർരേഖ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണം, ഈ കാര്യം എത്രയോ തവണ പറഞ്ഞാണ്. ഞങ്ങൾ 2 വർഷം മുമ്പ് ഇതുപോലൊരു യാത്ര നടത്തിയിരുന്നു, അതിജീവന യാത്ര. അതിൽ വളരെ കൃത്യമായി പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തൊരു കാര്യമായിരുന്നു വന്യജീവി ആക്രമണം ഈ കേരളത്തിലെ സാധാരണ ജീവിതത്തെ താറുമാറാക്കി എന്നുള്ള കാര്യം. അതിന് ഗവൺമെന്റ് പുല്ലുവില കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എത്രയോ ആളുകളുടെ, അത് ഈ ക്രൈസ്തവരുടെ മാത്രമല്ല മറ്റു മതവിഭാഗത്തിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളുടെ, സാധാരണക്കാരായ പാവപ്പെട്ട നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭരിക്കുന്ന ആളുകളെ ഈ കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെ അത് ശ്രദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇലക്ഷനിലൂടെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള സാധാരണക്കാരന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വോട്ട് തന്നെയാണ്. ബാലറ്റിലൂടെ പ്രതികരിച്ചാലേ അവർ മനസ്സിലാക്കിയുള്ളൂ. കാരണം ഈ ഭരണാധികാരികളൊക്കെ സാധാരണക്കാരുടെ വോട്ട് നേടിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ മറക്കുന്ന ഒരു രീതി ഇവിടെ കാലാകാലങ്ങളായി തുടരുന്നു. അതിനൊരു മാറ്റം വരുത്തുന്ന വിധത്തിൽ കത്തോലിക്ക കോൺഗ്രസ് സാധാരണ മനുഷ്യർക്ക് വേണ്ടി, സാധാരണ പൗരന്മാർക്ക് വേണ്ടി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയും ഈ ക്രൈസ്തവ അവഗണന തുടർന്നാൽ, ക്രൈസ്തവ അവഗണന മാത്രമല്ല സാധാരണക്കാരായ ഇവിടുത്തെ പൗരന്മാരുടെ അനുദിന ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളെ അവഗണിക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ അതിശക്തമായി ബാലറ്റിലൂടെ പ്രതികരിക്കണമെന്ന് പൊതുജനങ്ങളെയും സാധാരണ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ യാത്ര. ഫാദർ ഫിലിപ്പ്, ഈ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഭൂപ്രശ്നങ്ങൾ, 2 കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ വന്യജീവി